ശരിക്കും ഈ ദീപക്കിന് നീതി കിട്ടണം എന്ന് പറഞ്ഞ കാര്യം പ്രേക്ഷകരെല്ലാം കേട്ടു. അമ്മയ്ക്ക് മറ്റെന്തെങ്കിലും ഞങ്ങളോട് പറയാനുണ്ടോ? എൻ്റെ അച്ഛനും വന്ന വിധി ഇനി ഒരാൾക്കുണ്ടാവരുത്, അതെനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളൂ. ഇനി അങ്ങനത്തെ ഒരു പെൺ ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല, അതിനെ കൊടുക്കരുത്. അതാണ് എൻ്റെ ആവശ്യം. ഇനി എന്താ ചെയ്യാൻ പറയണ്ടേ? എൻ്റെ മോനെ ആലോചിച്ചിട്ട് ഞാൻ എങ്ങനെ എത്ര കാലം അങ്ങനെ ജീവിക്കാൻ എനിക്കറിയില്ല. എൻ്റെ കുട്ടീനെ ആലോചിച്ചയച്ച എൻ്റെ മനസ്സൊക്കെ പോയി. ഓരോ ദിവസങ്ങളും എൻ്റെ മോനെ കൊണ്ട് ഞാൻ ചിന്തിച്ചിട്ട് മോൻ നടക്കണതോ വരുന്നതോ മമ്മീന്ന് വിളിക്കണതോ എനിക്ക് ആലോചിക്കാൻ വയ്യ. എൻ്റെ കുട്ടി അമ്മ മോളൊന്ന് എണീച്ച് രാവിലെ എണീച്ച് വന്നപ്പോൾ ചിരിച്ചും കൊണ്ട് എൻ്റെ കുട്ടി കോണി ഇറങ്ങി വരിക. അതൊന്നും എനിക്ക് ആലോചിക്കാൻ വയ്യ. എനിക്ക് എന്തൊക്കെയോ ആവും. എന്താ എനിക്ക് അത്രയും നല്ലൊരു മോനാണ് എൻ്റെ പോയി കിട്ടിയത്. ഞാനെന്താ ചെയ്യണ്ടേ? ഒരു കാര്യം എന്നെ അറിയിക്കൂല മോയ, ഒന്നും അറിയിക്കില്ല. അതപ്പം മെഞ്ഞാന്നതാ ഗ്യാസ് ഞാൻ അറിയും കൂടിയില്ല. അവൻ തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്യുക, കൊണ്ടുവരിക, കറണ്ട് ഒന്നും അറിയില്ല, വീട്ടിലെ കാര്യങ്ങളും അറിയില്ല, ഒന്നും എനിക്കറിയില്ല. അവൻ എന്നെ ഇങ്ങനെ കുട്ടികളെ മാതിരി കൊണ്ടു നടക്കുക. അങ്ങോട്ടും പപ്പ മമ്മീനെ നോക്കണേ, മമ്മിക്ക് വയ്യ, മമ്മിക്ക് ഇതന്നെ അവൻ്റെ പാർത്തിൽ. മമ്മീനെ ശ്രദ്ധിക്കണേ, എവിടെയും പോകുക വെച്ചാൽ അപ്പം പറയും മമ്മിയെ വാലടച്ചിരിക്കണം കേട്ടോ. പുറത്തൊക്കെ എന്താ കുട്ടിയാ, ഞാൻ ചെറുപ്പക്കാരത്തിയ 10-64 വയസ്സായിരുന്നു, തള്ളയല്ല. നീ എന്താ പറഞ്ഞ? മമ്മിയെ പറഞ്ഞിട്ട് കാര്യമില്ല മമ്മിയെ, ഇപ്പം ആണും പെണ്ണും ഒക്കെ കണക്കന്നെ അല്ലേ, ചെറുപ്പം വയസ്സും ഒക്കെ കണക്കന്നെ, മമ്മി ശ്രദ്ധിക്കണം. അച്ഛനോട് ഒരു കാര്യം ചോദിക്കാം. ഇപ്പം രാഹുൽ ഈശ്വർ പറയായിരുന്നു, ഇപ്പോൾ സർക്കാർ എന്തെങ്കിലും ഇടപെട്ട് നിങ്ങൾക്കൊരു ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള കാരണക്കാരനായിരുന്നു ദീപകിൻ്റെ വരുമാനം കൊണ്ടാണ് നിങ്ങൾ ജീവിച്ചിരുന്നതും. അപ്പോൾ ഈ സർക്കാരിനോട് അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടോ? പോയാലും ഞങ്ങൾക്ക് വരുമാനത്തിന് ഒന്നുമില്ല, കഷ്ടത്തിലേ ഉണ്ടാവുള്ളൂ. ഒരു വരുമാനം ഞങ്ങൾക്ക് ഇനി കിട്ടാനില്ല. അവനാൻ്റെ ഇതിൽ എന്തെങ്കിലും ഇപ്പോഴത്തെ കാലം ഞാൻ പറയണെങ്കിൽ മോൻ്റെ ഇതിലുണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോയത്. ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. എല്ലാ സാധനവും ഗ്യാസും മറ്റേ വീട്ടിൻ്റെ ഉപകരണങ്ങൾ എല്ലാ സാധനവും അവനല്ലാതെ വേറെ ആർക്കും ആയില്ല. എന്ത് കഴിഞ്ഞപ്പോൾ അത് മുമ്പ് പോയതിന് അവൻ്റെ വരുമാനം പോയോട് കൂട്ടിയിട്ട് എനിക്ക് ഒരു സാധനം വാങ്ങാനുള്ള വരുമാനം എനിക്കില്ല. എനിക്ക് തുച്ഛമായ വരുമാനമുള്ളൂ. അതിൽ എനിക്ക് വയ്യ, ഞാൻ പോണ്ടാകാൻ മോൻ പറഞ്ഞതാണ്. പിന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്ര വയസ്സ് 83 വയസ്സായി. എങ്ങനെയാണ് ഞാൻ ജീവിക്കാൻ നിൽക്കുന്നത് അറിയില്ല. എൻ്റെ മരുന്നും ഭാര്യൻ്റെ മരുന്നും ഒക്കെ അവൻ തന്നെ വാങ്ങിക്കൊണ്ടുവരല്. അതൊക്കെ ഞാൻ തന്നെ വാങ്ങിക്കൊണ്ടുവരണം. എല്ലാ സമയവും ഞാൻ അറിഞ്ഞ് എന്താ ചെയ്യേണ്ടത് എനിക്ക് തന്നെ ഇപ്പം ഒരു ഇതില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.